Friends, welcome to our channel. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് യൂസർ ആണെങ്കിൽ നമ്മുടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയൊരു പ്രീമിയം റൂപേ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പുതിയ കാർഡാണ്, പബ്ലിക് ബാങ്കിന്റെ കാർഡാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്നാമത് ഇവരുടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഇഷ്യൂസ് ഒക്കെ ഭയങ്കര പാടാണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള പരിപാടിയൊക്കെ നിങ്ങൾ ഓൾറെഡി കസ്റ്റമർ ആണെങ്കിൽ പിന്നെയും ഈസിയാണ്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളായിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് അങ്ങനത്തെ സാധനമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കസ്റ്റമർ ആണെങ്കിൽ പിന്നെയും ഈസിയാണ്. ഈസി എന്ന് മാത്രമല്ല, അത്യാവശ്യം ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് ഈ കാർഡുകളൊക്കെ. അപ്പോൾ ഇവരുടെ ഒരു പ്രീമിയം കാർഡ് വന്നിട്ടുണ്ട്. യൂണിക്കോൺ റൂപേ ക്രെഡിറ്റ് കാർഡ് എന്നായിട്ട് പേര് വന്നേക്കുന്നത്. ഇത് ആക്ച്വലി ലെഫ്റ്റ് ടെമ്പററി കാർഡൊന്നുമല്ല, പ്രീമിയം കാർഡ്. ഞാൻ പറഞ്ഞല്ലോ 2400 രൂപയാണ് നമുക്ക് ആനുവൽ ഫീസും ജോയിൻ ഫീസ് വരുന്നത്. നിങ്ങൾക്ക് ജോയിൻ ഫീസ് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. 1090 ദിവസത്തിൽ 1 lakh സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ. നമ്മുടെ ആനുവൽ ഫീസ് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ 3 ലക്ഷം രൂപ ആനുവലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആക്ടിവേഷൻ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് മിനിമം 10,000 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 30 days ഓഫ് കാർഡ് ആക്ടിവേഷൻ നിങ്ങൾക്ക് 4000 പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നോർമൽ റിവാർഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ 4 റിവാർഡ് പോയിന്റ് per 100 rupees സ്പെൻഡ് ആണ് ഓൺ ഓൾ എലിജിബിൾ കാറ്റഗറി ഡിഫൈൻഡ് ബൈ ദ ബാങ്ക്. പിന്നെ ക്യാപ്പിംഗ് വരുന്നുണ്ട്. റിവാർഡ് പോയിന്റ് പെർ കസ്റ്റമർ ഐ ഡി ആർ ക്യാപ്ഡ് അറ്റ് ₹10,000 കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ മറക്കണ്ട, നമുക്കൊരു കോൾ വരുന്നതാണ്. പിന്നെ നമുക്ക് ബർത്ത്ഡേ മന്ത് ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഏൺ 5x റിവാർഡ് പോയിന്റ് നമുക്ക് എക്സ്ട്രാ സംഭവം ഉണ്ട്. ബർത്ത്ഡേ മന്ത്, അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് നമ്മുടെ ഏത് ബർത്ത്ഡേ മാസമാണ് അതിൽ നമുക്ക് 5x റിവാർഡ് പോയിന്റ് ഉണ്ട് കേട്ടോ. പിന്നെ മന്ത്ലി മൈൽ സ്റ്റോൺ നോക്കുകയാണെങ്കിൽ 5x റിവാർഡ് പോയിന്റ് ഉണ്ട്. മന്ത്ലി സ്പെൻഡ് ഓഫ് ₹20,000 കേട്ടോ. പിന്നെ ആനുവൽ മൈൽ സ്റ്റോൺ എക്സ്ട്രാ 2000 ബോണസ് പോയിന്റ് ആണ് ഓൺ റീച്ചിങ് ഈച്ച് ആനുവൽ സ്പെൻഡ് മൈൽ സ്റ്റോൺ. അതായത് 1,00,000 രൂപ നിങ്ങൾ റീച്ച് ആകുമ്പോൾ, സ്പെൻഡ് ചെയ്ത് റീച്ച് ആകുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ 2000 ബോണസ് പോയിന്റ് നമുക്ക് ഇതിൽ കൂടെ കിട്ടും കേട്ടോ. പിന്നെ ബാക്കിയുള്ള ബോണസ് പോയിന്റ്സ് അല്ല, നമുക്ക് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 8 ഡൊമസ്റ്റിക്കും അതുപോലെ തന്നെ 2 ഇന്റർനാഷണൽ ലോഞ്ചസും പെർ ആനം നമുക്ക് ഇത് കൂടെ വരുന്നുണ്ട് വിത്ത് പ്രയോറിറ്റി പാസ്. പിന്നെ നമുക്ക് റൂപേയുടെ എക്സ്ക്ലൂസീവ് ഡൊമസ്റ്റിക് ലോഞ്ച് എയർപോർട്ടേഴ്സും കിട്ടുന്നുണ്ട്. പിന്നെ ഓവർസീസ് എമർജൻസി ക്യാഷ് കൺസീർജും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ 3 മാസത്തെ സ്വിഗ്ഗി വൺ മെമ്പർഷിപ്പ് കിട്ടുന്നുണ്ട്. 10 ലക്ഷത്തിൻ്റെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ആൻഡ് പെർമനൻറ്റ് ഡിസേബിലിറ്റി കവർ കിട്ടുന്നുണ്ട്. പിന്നെ അരോമ സ്പാ എക്സ്പീരിയൻസ് പെർ ക്വാർട്ടറിൽ നമുക്ക് പറഞ്ഞ് കിട്ടുന്നുണ്ട്. മിന്ത്ര കൂപ്പൺ വർത്ത് ₹250 കിട്ടുന്നുണ്ട്. ബ്ലിങ്കിറ്റ് വൗച്ചർ വർത്ത് ₹250 കിട്ടുന്നുണ്ട്. നൈക്കയുടെ 500 രൂപയുടെ ഒരു കൂപ്പൺ എല്ലാ ക്വാർട്ടറിലും കിട്ടുന്നത്. എല്ലാം ക്വാർട്ടറിൽ കിട്ടുന്നതാണ് കേട്ടോ. ബുക്ക് മൈ ഷോയിൽ നമുക്ക് ഫ്ലാറ്റ് ₹250 ഓഫ് ഓൺ മൂവി ടിക്കറ്റ് എവരി മന്തും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ OTTയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 12 മാസത്തെ 12 month ആമസോൺ പ്രൈം അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ സോണി ലൈവ് അല്ലെങ്കിൽ ZEE5 സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2500 രൂപ വാങ്ങിക്കുന്നതിന് അത്യാവശ്യം കുറച്ച് സംഭവങ്ങളൊക്കെ ഒരു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ആനുവൽ ഇൻകം ഒരു പറയുന്നത് 5 ലക്ഷം രൂപയാണ്. അത് നിങ്ങൾ നോക്കണ്ട, അത് ഇപ്പം അങ്ങനെ കാറ്റഗറി നോക്കാറില്ല കേട്ടോ. അത് വേറെ കാര്യം. അത് അവരവന് ഒരേ കാർഡിനെ തിരിച്ച് വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് വേറെ കാർഡുകൾ, അതായത് നിങ്ങൾക്ക് PC ആയിട്ട് എൻട്രി ലെവൽ കാർഡുകളൊക്കെ, UP ക്രെഡിറ്റ് കാർഡുകളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ റെഫറൽ ലിങ്ക് സെറ്റപ്പിൻ്റെ റെഫറൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതുകൂടെ അപ്ലൈ ചെയ്ത് നോക്കാൻ കിട്ടാനുള്ള ചാൻസ് കൊടുത്തിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ പുതിയ യൂണിയൻ ബാങ്കിൻ്റെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. നമ്മുടെ RBL ബാങ്ക് പുതിയതായിട്ട് ഇറക്കിയ 4 ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നമ്മൾ ഇന്നലെ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ അജയന്തി 26 ചാനലിൽ. അത് കാണാത്തവർ പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത് വിടണം. ബൈ.